2024 ജാനുവരി 20-നാണ് ഈ ഒരു കഥ നടക്കുന്നത്. മാണ്ഡ്യ കർണാടകയിൽ ദീപിക എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചർ താമസിച്ചിരുന്നു. ഈ ടീച്ചർ എന്നും രാവിലെ വീട്ടിൽ നിന്ന് സ്കൂട്ടി എടുത്തിങ്ങേറ്റ് ബസ് സ്റ്റോപ്പിലോട്ട് പോകും. എന്നിട്ട് ബസ് കയറിയിട്ടായിരുന്നു സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ അന്നത്തെ ദിവസം അൺഫോർച്ചുനേറ്റ്ലി ബസ് മിസ്സാവുകയാണ്. അപ്പം ഇനി നേരം വൈകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് തന്നെ ആ ടീച്ചർ സ്കൂളിലോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ഉച്ചക്ക് 1:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും ഈ ടീച്ചറുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ലോകേഷ് ടീച്ചറെ കോൾ ചെയ്യുകയാണ്. കോള് പോകുന്നുണ്ടായിരുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ആ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരാളെ വിളിക്കുകയാണ്. എന്നിട്ട് ദീപിക ടീച്ചറുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ദീപിക 12:30 ആയപ്പോഴത്തേനും ഇവിടെ നിന്ന് പോയി എന്നുള്ളൊരു കാര്യമായിരുന്നു ഹസ്ബൻഡിന് മനസ്സിലായത്. അപ്പോൾ ആൾക്ക് ചെറിയ രീതിയിലൊരു പന്തികേട് തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപിക തന്നോട് പറയാതെ എങ്ങോട്ടും പോകുന്ന ഒരു പ്രകൃതിയുള്ള ഒരാളല്ല. അതായത് സ്കൂളിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകും എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് പറയും എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വേറെ എവിടേക്കെങ്കിലും പോയിരിക്കുക എന്നുണ്ടെങ്കിൽ വല്ല റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആയിരിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആള് ദീപികയുടെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ റിലേറ്റീവ്സിനെയും എല്ലാവരെയും കോൺടാക്ട് ചെയ്യുകയാണ്. ദീപിക പോകാനായിട്ട് സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും കോൺടാക്ട് ചെയ്യുകയാണ്. എന്നാൽ അവരാരും തന്നെ അന്നത്തെ ദിവസം ദീപികയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ആയപ്പോൾ ആകപ്പാടെ ലോകേഷ് പേടിച്ച് പോവുകയാണ്. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേനും പോലീസുകാർ കണ്ടുപിടിച്ചു. ദീപികയല്ല, ദീപികയുടെ സ്കൂട്ടിയാണ് പോലീസുകാർ കണ്ടുപിടിച്ചത്. കുറച്ചകലെ മാറിയിട്ട് ഒരു മലയടിവാരത്തിലായിരുന്നു ആ ഒരു സ്കൂട്ടി കണ്ടെത്തിയത്. അപ്പോൾ ദീപികയുടെ സ്കൂട്ടി എങ്ങനെയാണ് അങ്ങോട്ട് വന്നത്, അവരെവിടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ആ ഒരു സമയത്ത് യാതൊരു ക്ലാരിറ്റിയും ഉണ്ടായിരുന്നില്ല. കർണാടകയെ റീസെൻ്റ്ലി നടുക്കിയ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. മണിക്കനഹള്ളി എന്ന് പറയുന്ന കർണാടകയിലെ ചെറിയൊരു വില്ലേജിലായിരുന്നു ദീപിക എന്ന് പറയുന്ന 28 വയസ്സുകാരിയായിട്ടുള്ള ഈ സ്ത്രീ താമസിച്ചിരുന്നത്. ദീപിക വെങ്കടേഷ് ഗൗഡ എന്നായിരുന്നു അവരുടെ മുഴുവൻ പേര്. ലോകേഷ് എന്നായിരുന്നു അവരുടെ ഹസ്ബൻഡിന്റെ പേര്. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ 8 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് നടന്നു. അതിനുശേഷം സ്കൂട്ടർ കണ്ടെത്തി 2 ദിവസം കഴിഞ്ഞു. എന്നാൽ പോലീസുകാർ ഈ ഒരു കേസിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പോലീസുകാർക്ക് ഈ ഒരു കേസിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകേഷ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിനെയും ഗ്രാമത്തിലുള്ള ആളുകളെയും കൂട്ടിയിട്ട് ആ ഒരു സ്കൂട്ടി കിട്ടിയ സ്ഥലത്തോട്ട് പോവുകയാണ്. അതിനുശേഷം അവിടെ കാട് പിടിച്ച മലഞ്ചെരുവ് ആ ഒരു ഏരിയ ആയിരുന്നു. ആ ഏരിയ മുഴുവനായിട്ട് ഇവർ എല്ലാവരും കൂടെ അരിച്ചു പറക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ കുറച്ച് ആ ഒരു ഏരിയ ഇങ്ങനെ പോയി നോക്കുന്നതിൻ്റെ ഇടയിൽ അവരൊരു കാര്യം കാണുകയാണ്. കുറച്ചകലെ അങ്ങോട്ട് മാറിയിട്ട് ആകാശത്ത് കുറച്ച് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നൊരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. അപ്പോൾ ആളുകൾക്കൊരു സംശയം ഉണ്ടായി, അതിൻ്റെ താഴെ എന്തെങ്കിലും ശവം കിടക്കുന്നുണ്ടാവും, എന്തെങ്കിലും എന്താ പറയുക ഡെഡ് ബോഡി കിടക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം കഴുകന്മാർ അങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് എന്നുള്ളൊരു ആ ഒരു തോട്ടോട് കൂടിയിട്ട് ഇവരെല്ലാവരും ആ ഒരു ഏരിയ ലക്ഷ്യമാക്കി പോവുകയാണ് ഉണ്ടായത്. ലോകേഷ് ആ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്നെത്തിയപ്പോൾ അവിടുത്തെ മണ്ണ് ചെറുതായിട്ട് വ്യത്യാസമുള്ളതായിട്ട് ആൾക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ വല്ലാത്ത രീതിയിലുള്ള ഒരു ദുർഗന്ധവും അവിടെ നിന്ന് വമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ആ ഒരു മണ്ണിൻ്റെ മുകളിൽ ഒരുപാടധികം ഈച്ച ആർക്കൊന്നും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ആളാകപ്പാടെ പതറി പോവുകയാണ്. കഠിനമായൊരു ഹൃദയത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള ഗ്രാമത്തിലുള്ള ആളുകളെ വിളിക്കുകയാണ്. അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെ അവർ കുഴിച്ച് നോക്കുകയാണ് ഉണ്ടായത്. കുറച്ചൊന്ന് കുഴിച്ചപ്പോഴത്തേനും ഒരു ഡ്രസ്സിൻ്റെ ചെറിയൊരു ഭാഗം കാണുകയാണ്. ഇത് കണ്ട ലോകേഷ് നിലത്ത് വീണ് കരയുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ദീപിക കാണാതായ ദിവസം ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു അത്. അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തുകയാണ്. അപ്പോഴത്തേനും അവർ എന്താ പറയുക കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു, ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദീപികയുടെ ഒരു എന്താ പറയുക മിസ്സിംഗ് കേസ് ഒരു മേർഡർ കേസായിട്ട് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ പോലീസുകാർ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു കേസിൽ 2 ഭാഗത്ത് പോലീസിന്റെ കണക്ക് കൂട്ടലുകൾ പിഴക്കുകയാണ് ഉണ്ടായത്. അതിലൊന്നാമത്തെ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾ ഈ ഒരു ബോഡി കണ്ടെത്തുമെന്നുള്ളത് പോലീസുകാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസ് വലിയ രീതിയിൽ വൈറലാകുമെന്ന് പോലീസുകാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് പട്ടാപ്പകൽ ഒരു സ്കൂൾ ടീച്ചറെ മേർഡർ ചെയ്ത് ഇതേപോലെ തന്നെ കുഴിച്ചിട്ടു എന്നുള്ളൊരു വാർത്ത വലിയ രീതിയിൽ വൈറലാവുകയാണ് ഉണ്ടായത്.
അപ്പോൾ ഈ ഒരു വാർത്ത കർണാടകയിൽ നല്ല രീതിയിൽ ചർച്ചയായപ്പോൾ പോലീസിൻ്റെ മേൽ നല്ല രീതിയിലുള്ള പ്രഷർ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് തീവ്രമായിട്ട് പോലീസുകാർ അന്വേഷിക്കാനും തുടങ്ങി. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദീപികയെ കാണാനാകുന്നതിനും ഒരു 15 ദിവസം മുൻപ് ദീപികയും ലോകേഷും തമ്മിൽ നല്ല രീതിയിലുള്ള അടി നടന്നിട്ടുണ്ടായിരുന്നു. നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ പോലീസുകാർ വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്തു. ദീപികയുടെ ബോഡി ആദ്യം തന്നെ കണ്ടെത്തിയത് ലോകേഷാണ്. അതായത് ആ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തത് ലോകേഷാണ്. മേ ബി ഇയാൾ ആ ഒരു ദേഷ്യത്തിൽ ദീപികയെ കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്നുള്ളൊരു ആംഗിളിൽ ലോകേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ലോകേഷിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ദീപികയെ കാണാതായ ദിവസം രാവിലെ തന്നെ 22 വയസ്സുള്ള നിതീഷ് എന്ന് പറയുന്ന പയ്യൻ ദീപികയെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദീപിക സ്കൂളിലോട്ട് പോയ ആ ഒരു ടൈമിൽ നിരന്തരമായിട്ട് ദീപികയെ ആ ഒരു നിതീഷ് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് നിതീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ദീപികയുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് നിതീഷ്. ദീപികയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ ജസ്റ്റ് സ്കൂളിലെ ടീച്ചർ മാത്രമായിരുന്നില്ല, ഒരു കണ്ടന്റ് ക്രിയേറ്ററൂടെ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റീൽസും മറ്റൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോട്ടോസും മറ്റൊക്കെ ഇടാറുണ്ടായിരുന്നു. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഫോളോവർ ആയിരുന്നു ഈ ഒരു നിതീഷും. സാധാരണയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തു, എന്നാൽ ഈ ഒരു നിതീഷ് റിയൽ ലൈഫിൽ കൂടെ ഫോളോ ചെയ്യുകയാണ്. കാരണം ഇവർ രണ്ടുപേരും സെയിം വില്ലേജിലായിരുന്നു. അങ്ങനെ നിതീഷും എന്താ പറയുക, ആ ഒരു ദീപികയും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടുകയാണ്. അതിനുശേഷം ദീപികയുടെ വീട്ടിലോട്ട് നിതീഷ് വരാനായിട്ട് തുടങ്ങി. അതിനുശേഷം നിതീഷിൻ്റെ വീട്ടിലോട്ട് ദീപിക പോകാനായിട്ട് തുടങ്ങി. അതായത് ദീപിക ഈ ഒരു നിതീഷിനെ ഒരു അനിയനെ പോലെയായിരുന്നു കണ്ടിരുന്നത്. നിതീഷും ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു തരത്തിലായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത്. അങ്ങനെ സമയം കടന്നുപോയി. 2 വർഷം കഴിഞ്ഞു. നിതീഷും ദീപികയും നല്ല രീതിയിൽ ക്ലോസ് ആവുകയാണ്. ഈ ഒരു ദീപികയുടെ റീലും കാര്യങ്ങളൊക്കെ നിതീഷായിരുന്നു എഡിറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ തന്നെ സ്ഥിരമായിട്ട് ടെക്സ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഇത് എന്താ പറയുക, നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നൈബേഴ്സിൻ്റെ ഇടയിലൊക്കെ ചില സംസാരങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് ഈ ഒരു എന്താ പറയുക, ദീപികയും അതുപോലെ തന്നെ നിതീഷിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരിപാടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ലോകേഷ് കേൾക്കുകയാണ്. ആൾക്കും അത് കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമമുണ്ടാവുകയാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ കോളും മെസ്സേജും ആൾ കാണുകയാണ്. അപ്പോൾ ആൾ ദീപികയോട് പറഞ്ഞു, മതി, നിതീഷായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നിർത്തിക്കൊള്ളാനായിട്ട് പറയുകയാണ് ഉണ്ടായത്. ദീപിക അത് കേട്ടു. അപ്പോൾ അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിനുശേഷം നിതീഷിനോട് ഇനിയൊരു ഫ്രണ്ട്ഷിപ്പ് തുടരാനായിട്ട് സാധിക്കില്ല, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ദീപികയെ നിതീഷ് കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു സംശയം തനിക്കുണ്ട് എന്നുള്ളത് ലോകേഷ് പോലീസിനോട് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ഈ ഒരു നിതീഷിനെ അന്വേഷിച്ചപ്പോൾ ആളുടെ വീട്ടിലും ആളില്ല, അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു ഗ്രാമത്തിലും ആളുണ്ടായിരുന്നില്ല. ആളെ കാണാതായിട്ടുണ്ടായിരുന്നു. ആളുടെ ഫോണിൽ ട്രൈ ചെയ്തപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ ആളുടെ ഫോൺ പോലീസുകാർ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തവണ ആ ഒരു ഫോൺ ഒന്ന് സ്വിച്ച് ഓൺ ആയിട്ട് സ്വിച്ച് ഓഫ് ആവുകയാണ് ഉണ്ടായത്. വിജയനഗറിലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഏരിയയിലായിരുന്നു ആ ഒരു ഫോണിൻ്റെ സിഗ്നൽ കാണിച്ചത്. പോലീസുകാർ നേരെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയും അതിനുശേഷം ആ ഒരു പയ്യനെ തപ്പി കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ദീപികയുടെ ഹസ്ബൻഡായിട്ടുള്ള ലോകേഷ് പറഞ്ഞതുപോലെ തന്നെ ഇവർക്കിടയിൽ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ദീപിക വിളിച്ചിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിതീഷിന് അത് താങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം നിതീഷ് ഈ ഒരു ദീപികനെ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ആൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും തൻ്റെ അടുത്ത് ഇനിയും ഫ്രണ്ട്ഷിപ്പിന് താല്പര്യം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞു. ഇവർ തമ്മിൽ സംസാരിക്കാതെ 15 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ജാനുവരി 20 വരുന്നത്. അന്നത്തെ ദിവസം രാവിലെ തന്നെ നിതീഷ് ഈ ഒരു ദീപികയെ വിളിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരു നിതീഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ഒരു കാര്യം പറയാനായിട്ടായിരുന്നു വിളിച്ചത്. അപ്പോൾ ഈ ഒരു ദീപിക ബർത്ത്ഡേ വിഷ് ചെയ്യാണ് ഉണ്ടായത്. എന്നാൽ നിതീഷ് പറഞ്ഞു, കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇത്തവണയും നീ എന്നെ നേരിട്ട് വിഷ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. എന്നാൽ ദീപിക അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത്. എന്നാൽ നിതീഷ് വിട്ടില്ല. വീണ്ടും 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 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ ഒരു ദീപിക. ലാസ്റ്റ് ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ വരാൻ വിഷയം എന്നുള്ളൊരു കാര്യം ദീപിക സമ്മതിക്കുകയായിരുന്നു. മെലുകോട്ടയിലെ യോഗ നരസിംഹസ്വാമി ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തോട്ടായിരുന്നു ആ ഒരു പയ്യൻ വിളിച്ചത്. അപ്പോഴാണ് ഒരു 12:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ ഒരു പയ്യനെ കാണാനായിട്ട് പോയത്.
അവിടെ ആ ഒരു മലയുടെ അടിവാരത്തിൽ നിന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ പെട്ടെന്നുകൊണ്ട് തന്നെ ആ ഒരു സംസാരം വയലൻ്റ് ആവുകയാണ്. ഇവർ തമ്മിൽ നല്ല രീതിയിൽ അടിയാവുകയാണ്. ഈ ഒരു നിതീഷ് ദീപികയെ അടിക്കുകയായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകളും ബാക്കിയുള്ള ആളുകളൊക്കെ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. അവരത് കാണുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, കുറച്ച് അകലം മാറി നിന്നിട്ട് ഒരാൾ അത് വീഡിയോ എടുക്കുന്നവരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ നിതീഷ് തിരിച്ചറിയുകയാണ്. സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പന്തികേടാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ദീപികയെ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം കുറച്ചങ്ങ് മാറി ആളുകളൊന്നുമില്ലാത്ത ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോയി. പിന്നെ വീണ്ടും ഈ ഒരു പ്രശ്നം തുടർന്നു. അതായത് ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാൻ പാടില്ല, വീണ്ടും തുടരണം, എനിക്ക് നീലാതെ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് എന്തായാലും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നാൽ ദീപിക അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ഉണ്ടായത്. എനിക്ക് എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ കുഞ്ഞുമാണ് വലുത്, എൻ്റെ ജീവിതമാണ് എനിക്ക് വലുത്, അപ്പോൾ അത് റിസ്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല, ഇത് നമ്മൾ തമ്മിൽ കാണുന്ന അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദീപിക തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ദീപികയുടെ ഷോളിൽ പിടിച്ചിട്ട് ഈ ഒരു നിതീഷ് വലിക്കുകയായിരുന്നു, കഴുത്ത് ഞെരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പിടുത്തത്തിലും വലിച്ചിലിൻ്റെ ഇടയിൽ ദീപിക തട്ടിത്തടഞ്ഞ് നിലത്ത് വീഴുകയായിരുന്നു. ആ ഒരു സമയത്ത് അടുത്ത് കടന്നിരുന്ന ഒരു കല്ലെടുത്ത് ദീപികയുടെ തലയിലോട്ട് ഈ ഒരു പയ്യനിടുകയായിരുന്നു. ആ ഒരു സമയത്ത് മുഖം ചതയുകയും തിരിച്ചറിയാനാവാത്ത വിധം മുഖം ചതയുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം ദീപികയുടെ ഷാൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വായും മൂക്കും കെട്ടി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ട്, അതായത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങളെത്തിയത്. അപ്പോൾ ഇതാണ് നിതീഷ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സ്റ്റോറി ആയിട്ട് പറയുന്നത്. ഇതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫോണിൽ നിന്ന് തൻ്റെ അച്ഛനൊരു മെസ്സേജ് അയച്ചു. ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തു, അനിയത്തിയുടെ കല്യാണവും കാര്യങ്ങളും അച്ഛൻ തന്നെ നോക്കണം എന്നുള്ളൊരു മെസ്സേജായിരുന്നു അയച്ചത്. എന്നെ ഇനി നോക്കണ്ട എന്നുള്ളതും ആ ഒരു വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമായിരുന്നു ആ ഒരു പയ്യനെ കാണാതായിട്ടുണ്ടായിരുന്നത്. അവസാനം ഈ ഒരു പയ്യനെ പിടികൂടുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്താണെങ്കിലും ഈ ഒരു ദീപികയുടെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം ക്രൂരത ആ ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ റേപ്പോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ളതൊന്നും തന്നെ ക്ലിയർ അല്ല. ഈ ഒരു കേസ് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ തന്നെയാണ്. ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.